ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം GST ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമുക്ക് അർഹതപ്പെട്ടത് സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വശത്ത് മലയോര പ്രദേശങ്ങളും കാർഷിക മേഖലയും കർഷകരും, മറുവശത്ത് തീരദേശവും മത്സ്യത്തൊഴിലാളികളും ആ മേഖലകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മധ്യമേഖലയിൽ നമ്മുടെ ആളുകൾ താമസവും കാര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ ബഡ്ജറ്റ് എടുത്തു നോക്കുമ്പോൾ ഒരു വാക്ക് പോലും ഇന്ന് കേരളത്തെ പറ്റി കേന്ദ്ര ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ നമ്മൾ ഈ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ എപ്പോഴും അവർക്കുള്ള ഒരു കാര്യം, ഒരു ബഡ്ജറ്റ് വരുമ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ആകാശവാണിയിൽ കൂടെ, അതിനുശേഷം ദൂരദർശനിൽ കൂടെ, ഇപ്പോൾ പ്രൈവറ്റ് ചാനലിൽ കൂടെ ഒക്കെ ആ മുഴുവൻ ബഡ്ജറ്റ് സ്പീച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി കേട്ടിരിക്കുമായിരുന്നു. എന്താണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വികസനവും, എന്താണ് കേരള ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന പദ്ധതികളും. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഒരു വികസന പദ്ധതികൾ 10 വർഷം എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ BJPയുടെ സർക്കാരിൻ്റെ കാലത്ത് ഒരു പദ്ധതി കേരള സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്ന അർഹതപ്പെട്ട ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആമജീവിതമാണ്. നമുക്കറിയാം അതിലേക്കാണ് കേരള സംസ്ഥാനം ഇന്ന് കേന്ദ്രം നൽകിയിരിക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു വശത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വികസന കാര്യങ്ങളൊക്കെ കേരള സംസ്ഥാനത്ത് ചെയ്ത വികസന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതിലേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വലുതും ചെറുതും പെൻഷനും ഒക്കെയായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJP നേതാക്കന്മാരും സംസാരിക്കാൻ പോകുന്നത് This India going to become a third economic power in the world in future എന്ന് പറയുമ്പോൾ എക്കണോമിക് പവർ ഇൻ ദ ഫ്യൂച്ചർ, തേർഡ് എക്കണോമിക് പവർ എന്ന് പറയുമ്പോൾ ഇന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഇന്ന് ഫോറിൻ പോളിസി ആകമാനം നമ്മൾ നോക്കിയ ഒരു ഫെയിലറായിട്ട് മാറി. അമേരിക്കയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യ എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലേ? ഇവിടെ ഇന്ത്യ രാജ്യത്തൊരു പെട്രോളിയം മന്ത്രി ഉണ്ടോ? അവരല്ല തീരുമാനിക്കേണ്ടത് എവിടുന്ന് പെട്രോള് ഇറക്കുമതി ചെയ്യണം, എന്തൊക്കെയാണ് ആരുമായിട്ട് അലയൻസ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ട്രംപ് 9:30 ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്യുന്നു. ഇതാ ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും ആനുകൂല്യം നിറയുന്ന ഒരു പദ്ധതി ഇന്ത്യക്ക് സമർപ്പിക്കാൻ പോകുന്നു. എല്ലാവരും ഏറ്റിരുന്ന മന്ത്രിമാരെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. 10:30 അടുത്ത് വരുന്നു, 11 അടുത്ത് വരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു അമേരിക്കയിൽ നിന്ന് എണ്ണ എടുക്കാൻ തീരുമാനമെടുത്തു. ഇന്ത്യ. അവർ പറയാ, ഇവിടുത്തെ പെട്രോളിയം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ അല്ല പറയുന്നത്, വെനിസ്വലയിൽ നിന്ന് എടുക്കാൻ പോകുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇന്ന് ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടുത്തെ എക്കണോമിക് പവറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോഴും ഇത് വളരെ പ്രതികൂലമായി ഇനി വരാൻ പോകുന്ന അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇങ്ങോട്ട് ഡ്യൂട്ടി കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ വിപണിയെ തകർക്കുവാൻ, നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ ഈ മേഖല കേരളമൊക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കുള്ള ഫോറിൻ പോളിസിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ ജനറലായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കോട്ടയത്ത് തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ റബ്ബറിനെ പറ്റി സംസാരിക്കും, നിങ്ങൾ റബ്ബറിനെ പറ്റി ചോദിക്കും. റബ്ബറുമായി ബന്ധപ്പെട്ട എപ്പോഴും
നമ്മൾ എത്രയോ നമ്മൾ ഇടപെടലുകൾ നടത്തി, സമരങ്ങളും നടത്തി, പദ്ധതികളും നടത്തി. ഈ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ 150, 170, 180, 200 നമുക്ക് ഉയർത്തിയുണ്ടായി. അത് 250 അതിന് സംശയമൊന്നുമില്ല, നമ്മുടെ കർഷകരുടെ ആവശ്യം. പക്ഷേ ഈ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് 200 ഇവിടെ റബ്ബറിൻ്റെ വില, സ്വാഭാവിക റബ്ബറിൻ്റെ വില കൂട്ടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് 1 മിനിറ്റ് മതി, 1 മിനിറ്റ് മതി. അത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം ആ ഇറക്കുമതി ചുങ്കം എന്തിനാണ്? ഇറക്കുമതി ചുങ്കം എപ്പോഴും ഒരു കാർഷിക വിപണിക്ക് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നത്തിന് ചുങ്കം അത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ വിപണിയെ നിയന്ത്രിക്കാനല്ലേ, ഇവിടെ വില ഇടിയാതിരിക്കാനല്ലേ, ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനല്ലേ. ആ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്ന കർഷകന്റെ വേർപ്പാണ്, അവർക്കുള്ളതാണ്. അത് റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തെ എന്തിൻ്റെ ആകട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന കഴിഞ്ഞ 5 വർഷക്കാലമായി 7,000 കോടി രൂപ ഇന്ന് വരുമാനമായി എക്സ്ചക്കറിലേക്ക് പോയിട്ടുണ്ട്. അത് എക്സ്ചക്കറിലേക്ക് അല്ല പോകേണ്ടത്, അത് ഇവിടുത്തെ കർഷകരിലേക്കാണ് പോകേണ്ടത്. ഈ രാജ്യത്ത് ഏതാണ്ട് 75% സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്താണ്. നമ്മുടെ സമ്പദ്ഘടനയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും റബ്ബറിന്റെ വിലയെ ആശ്രയിച്ചാണ്. അത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമോ. റബ്ബറിന്റെ വില കൂടുമ്പോൾ ഈ നമ്മുടെ വിപണി വൈബ്രന്റ് ആവുന്നു, എല്ലാവർക്കും ആ വരുമാനം. പെട്രോൾ അടിക്കുന്നു, ടയർ മേടിക്കുന്നു, കടകളിൽ വരുന്നു, തൊഴിലിൽ കിട്ടുന്നു, ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു 5,000 കോടി 75% അതിൻ്റെ എങ്കിലും കൊടുത്ത് ഈ വിലസ്ഥിരതാ ഫണ്ട് അത് 250, 300 കേന്ദ്രത്തിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാം. 1. 2, പ്രധാനമായി ഞാൻ 1 മിനിറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്ക് കൂട്ടിയെങ്കിൽ അത് തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ ഇറക്കുമതി കുറയ്ക്കുവാൻ കഴിയും. അത് അവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്ന ജൂട്ട് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യുകയും ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്താണ് നമ്മൾ കേരള സംസ്ഥാനത്ത് കണ്ടിരിക്കുന്ന റബ്ബർ ബോർഡ്, റബ്ബർ ആക്ട് തന്നെ ഏറ്റവും ആദ്യമേ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഒരു ബില്ലാണ് റബ്ബർ ആക്ട്. ആ റബ്ബർ ആക്ട് എത്രയോ 60 വർഷം 70 വർഷമായി. ആ റബ്ബർ ആക്ട് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർമിയിലും ഒക്കെ ഡിഫൻസിലൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് കേരള സംസ്ഥാനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അത് പുറത്തെ നോർത്ത് ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ വ്യാപകമായ കൃഷിയൊക്കെ നടന്നോട്ടെ, പക്ഷെ അതിന്റെ വിപണി തന്നെ ഇന്ന് അതിന്റെ മാർക്കറ്റ് തന്നെ അനർത്തിലേക്കും ത്രിപുരയിലേക്കും കൊണ്ട് എത്തിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇവിടുന്ന് കൂടുതൽ വരുന്നു. അവിടെ നിന്നാകുമ്പോൾ ആ പ്രൊഡക്ഷൻ അവിടെ വന്നു കഴിയുമ്പോൾ മാനുഫാക്ചർ കൽക്കട്ടയിലേക്കും മഹാരാഷ്ട്രയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പം വരുന്നു, കുറച്ചുകൂടെ ചീപ്പറായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് UPA സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ലിബറൈസ് ചെയ്തു, ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു, ഇങ്ങോട്ട് ഇമ്പോർട്ട് കൂടുതലായി വന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ആളിക്കത്തി നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ച് രൂപയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽ പക്ഷികളായിട്ടാണ് കാണുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോടൊപ്പം പദ്ധതികളോടൊപ്പം ഇവർ യോജിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്.
പല നിയമങ്ങളും പല പദ്ധതികളും കേന്ദ്രം കേരളത്തിന് എയിംസ് ഉൾപ്പെടെയുള്ളത് തരാത്തത്. എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയിക്കോട്ടെ. ഞാൻ ഈ പറയുന്ന BJP ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യമേ കോട്ടയത്തൊരു എയിംസ് വേണം. നമുക്കറിയാം, ലോക്സഭയിലായിരുന്നപ്പോഴും ഇപ്പോഴും വിവിധ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒന്ന് IIITയും നിങ്ങൾ പറയുന്നത് പോലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം സയൻസ് സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എയിംസ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ്. അതിനുവേണ്ടി അവർ സ്ഥലം, ഞാൻ അന്ന് ഹർഷവർദ്ധനായിരുന്നു അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി. ആദ്യത്തെ ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു, സ്ഥലം വേണമെന്ന് പറഞ്ഞു. അവൾ മെഡിക്കൽ കോളേജിൻ്റെ പുറകിലുള്ള ഒരു വില്ലേജ് ഓഫീസറിനെ കൊണ്ട് റിട്ടയർ കൊണ്ടുകൊണ്ട് സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ ഏതാണ്ട് ഒരു 100 ഏക്കർ അടുത്തോളം അവിടെ കുറച്ച് സ്ഥലം മെഡിക്കൽ കോളേജിൽ തന്നെ വെറുതെ വേസ്റ്റായിട്ട് ഇലയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കൂട്ടിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് അത് കേരളത്തിലേക്ക് തരും. എങ്ങോട്ടാന്ന് പാർലമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിലും പേഴ്സണലായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ റെഡി, എല്ലാം പേപ്പറും ഗണ്ണും സ്കെച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ പറഞ്ഞു അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് സ്ഥലം 100 ഏക്കറല്ലേ ഉള്ളൂ, അപ്പോൾ അതല്ല, ഒരു 200 ഏക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ആദ്യമേ എത്രയും മതി. അപ്പോൾ ഞാൻ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ ഭുവനേശ്വറിൽ അവിടെ എയിംസ് ഉള്ളത് 90-99 ഏക്കറിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പോയി പറഞ്ഞു. അപ്പോൾ പറയാതെ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ എയിംസ് ഒന്നും ഒരു എയിംസും വരാൻ പോകുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നില്ല, ഒരു റബ്ബറിൻ്റെ വിലയും കൂടാൻ പോകുന്നില്ല, ഒരു വികസന പദ്ധതിയും വരാൻ പോകുന്നില്ല. അൺലെസ് അതർവൈസ് ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ UDF ഇതിനോടുകൂടി യോജിക്കാം. ഏതെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം പോട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം എത്രയോ വികസന പദ്ധതികൾ നടത്തി. ഏതെങ്കിലും അവർ പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ല, എന്നാൽ വികസനം നടത്തിയതിനു ശേഷം ഇത് തെറ്റായി പോയി എന്ന് പറയട്ടെ. നീ അതിനെ കൂടി സഹായിക്കണ്ട. പക്ഷെ എല്ലാ വികസനവും അവർ ഉപയോഗിക്കുന്നുണ്ട്, പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽപക്ഷികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ എന്താണ്? വിവാദം കൊണ്ടുവരുന്നത് മുക്തം ഈ വികസനത്തിനെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ മൈലേജ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അപ്പം ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയമെല്ലാം അതിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. അതാണല്ലോ അവരുടെയും ആവശ്യം, അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം, അല്ലേ? BJPയുടെയും UDFിൻ്റെയും ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ കോടതിയിലേക്ക് മറ്റാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് CBI വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം കോടതി തന്നെ എടുത്തൊരു കേസ് അവിടുത്തെ ബോർഡ് എടുത്തു, അവിടുത്തെ ബെഞ്ച് എടുത്തു. അവർ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ആ ടീമിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു. അവർ പറഞ്ഞു ഇതൊക്കെ സങ്കീർണമാണ്, പക്ഷേ ഒരു കാര്യം പറയാൻ, അത് കൃത്യമായിട്ട് നേരെ ചൊവ്വയാണ് അതിൻ്റെ അന്വേഷണം പോകുന്നെന്നും ആ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാം പോവുക. എനിക്ക് ഒരു ഇതുള്ളത്, UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ, അത് UDF വരില്ല, വന്നാൽ ശബരിമല ഈ ഇഷ്യൂ അവർ അട്ടിമറിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇതാണ് അതുമായിട്ട്. അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞത്, അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ആര് കുറ്റക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല കുറ്റക്കാരാണെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇപ്പം കോട്ടയമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ വേണം, ഈ ബഡ്ജറ്റിൽ തന്നെ എത്രയോ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇപ്പോൾ ശബരി റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഈ MC റോഡ് 4 ലൈനുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ ഈ കേന്ദ്രം ഒരു വികസന സെന്ററായി മാറ്റുവാനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ തന്നെ വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.